ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു 5.1 ആംപ്ലിഫയർ നിർമ്മാണമാണ് കാണിക്കുന്നത്. ഇനി ഇത് നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് G-Star എന്ന ബ്രാൻഡിൻ്റെ ഒരു 5.1 ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് G-Starൻ്റെ തന്നെ ഒരു SMPS ആണ്. 300 വാട്ട്സിൻ്റെയാണ്. 24 വോൾട്ടും 12 വോൾട്ട് ഔട്ടും ലഭിക്കും. പിന്നെ നമ്മളുടെ ആംപ്ലിഫയർ ഡോൾബി സപ്പോർട്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ FT003 എന്നൊരു മിനി ഡീകോഡർ ബോർഡാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് വേണ്ടി ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളും ആവശ്യമാണ്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ കൂളിംഗ് ഫാനും, പിന്നെ കണക്ഷൻ ആവശ്യമുള്ള വയറുകളും സ്പീക്കർ സോക്കറ്റും വോളിയം കൺട്രോളുകളുമാണ് വേണ്ടത്. ഞാനിവിടെ ക്യാബിൻ ഉണ്ടാക്കാനായി ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ടുള്ള ക്യാബിനുകൾ വാങ്ങാം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ബോർഡുകളെല്ലാം കണക്ട് ചെയ്യുക. ഈ കാണുന്നത് പോലെ കണക്ട് ചെയ്യുക. എല്ലാ ബോർഡുകളിലും കണക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കറക്റ്റായി തന്നെ കൊടുക്കണം. ഇതിൻ്റെ ഡയഗ്രാം വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും കൊടുത്തതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. SMPS നിന്ന് നമ്മൾ ഒരു 24 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡിലേക്കും 12 വോൾട്ടിൻ്റെ നമ്മളുടെ ഫ്യൂടെക്കിൻ്റെ ബോർഡിലേക്കും പിന്നെ ഫാനിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറിലേക്കുള്ള ഔട്ട് ബാക്കിൽ തന്നെയാണുള്ളത്. ഫ്രണ്ടിൽ ബ്ലൂടൂത്ത് മോഡ്യൂളും വോളിയം കൺട്രോളുകളുമാണ് കൊടുത്തുള്ളത്. ഫാന് മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് വോളിയം കൺട്രോളിൻ്റെ നോബ് വയ്ക്കാനും പിന്നെ ഈ ബോർഡൊന്ന് സ്റ്റിക്കർ ചെയ്തെടുക്കാനും ഉണ്ട്. എന്നിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്ലേ ചെയ്തിരുന്ന സോങ് നമ്മൾ മ്യൂട്ട് ചെയ്തതാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട്. ആംപ്ലിഫയർ കറക്റ്റായി തന്നെ വർക്കാവുന്നുണ്ട്. 5.1 ഔട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് പ്രൊലോജിക്കായിട്ടാണ് വർക്കാവുന്നത്. ഇതിൽ HDMI വഴിയോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ വഴിയൊക്കെ ഡിജിറ്റൽ ഇൻപുട്ടുകൾ നമ്മൾ നൽകി കഴിഞ്ഞാൽ ഡോൾബിയും മറ്റ് DTS പോലുള്ള ഫയലുകളെല്ലാം സപ്പോർട്ടീവ് ആവും.